ഹലോ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ കായലിൽ പോയി മീൻ പിടിക്കാൻ പോവുകയാണ്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുട്ടിക്കാലം അടിപൊളിയാക്കിയ സ്ഥലങ്ങളാണ്. അവിടുന്ന് ഞാൻ നടന്ന് നമ്മുടെ കായലിനടുത്തെത്തി നോക്കുമ്പോൾ നമ്മുടെ അമലും ശിവ അവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. ഒരനക്കം കേട്ട് തൊട്ടടുത്തുള്ള കുളത്തിൽ നോക്കുമ്പോൾ ഒരാമ കടന്നതാ ഇങ്ങനെ കറങ്ങുക. എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല. അതിനെ രക്ഷിക്കണമെന്ന് വെച്ചാൽ ഇറങ്ങാനും പറ്റില്ല. ഇവിടെ ഒടുക്കത്തെ ചെളിയാണ്, അതുപോലെ ആഴവും. ഇവിടെ വന്ന് എപ്പോ നോക്കിയാലും ഇതുപോലെ കുപ്പിയും പാട്ടയും മാലിന്യങ്ങളും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു അടിപൊളിയായിരുന്നു. കായലിലോട്ട് നോക്കുമ്പോൾ ഒരു കമ്പിൽ നീർക്കാക്ക മീൻപിടുത്തം കഴിഞ്ഞ് ചിറകുണക്കുക. ഇത് നമ്മുടെ ഇക്കാന്റെ വള്ളം. ശിവ ആ സമയം കമന്ന് കടന്ന് കൊഞ്ചിനും കോരുക. ആ സമയം നമ്മുടെ ചേട്ടനും വന്നു. അവൻ കോരി പിടിച്ച പൊടിക്കൊഞ്ചാണിത്. ഇതിനെ വെച്ചാണ് ചൂണ്ടയിൽ ഇരയായിട്ട് ഇടുന്നത്. വെള്ളത്തിൽ നോക്കുന്നിടത്ത് എല്ലായിടത്തും ഈ പൊടിക്കൊഞ്ചുകളാണ്. നമ്മൾ നടന്ന അടുത്ത സൈറ്റ് വന്നു. ഇവിടുന്നൊക്കെ കൈയും കണക്കുമില്ലാതെ ഒരുപാട് മീനെ പിടിച്ച ഞങ്ങൾ. ഈ കാണുന്നതാണ് കണ്ടൽ ചെടി. ഇവിടെ ആയിരുന്നു നമ്മൾ ചെങ്ങാടം കെട്ടി ഇറക്കിയ സ്ഥലം. അവര് 3 പേരും കൂടെ തച്ചിനിരുന്ന് മീൻ പിടിക്കുക. ഞാൻ വന്ന് ഈ തണലത്തിരുന്നേ. ഇവിടെ വന്ന് താഴോട്ട് നോക്കിയപ്പോ ഇവിടെ മൊത്തം കൊഞ്ച. അമൽ അവിടെ നിന്ന് ഇങ്ങ് വന്നു. ഇതാണ് ഞങ്ങൾ പിടിക്കുന്ന മീനായിരുന്ന വല. അവര് പിടിച്ച മീൻ എടുക്കാൻ ചെന്നപ്പോ കുറച്ച് പള്ളത്തിയും കരിമീൻ. ആ സമയം ഇക്ക വന്ന് വള്ളം എടുത്തിറങ്ങി. നമ്മളിരുന്നിടത്ത് ഒരുപാട് കൊഞ്ചുണ്ടായിട്ട് അമല് വന്ന് അവിടുന്ന് കോരാൻ തുടങ്ങി. ആ സമയം അവരെല്ലാവരും ഒന്ന് കുളത്തിൽ ചൂണ്ടിടാൻ തുടങ്ങി. മീനേയും കിട്ടുന്നുണ്ട്. അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലം ഈ കാണുന്നത് വള്ളത്തിൽ തടം കെട്ടി നിൽക്കുന്നത്. ആ സമയം ചേട്ടൻ കായലിൽ ചാടിയിറങ്ങി. കായലിൽ മൊത്തം പായലും പുല്ലും നിൽക്കുന്നുണ്ട്. താന്നുകൂത്തിൽ ചൂണ്ടിടാൻ വന്നതാ ഇവന്മാരാണ് നമ്മുടെ മെയിൻ ശല്യക്കാർ. ചൂണ്ടിടാൻ വരുന്നവർക്ക് അറിയാം. ആവേശത്തിന് കായലിൽ ചാടി ഇറങ്ങി ചൂണ്ടിട്ടും വലിയ പിടുത്തമൊന്നുമില്ല. ഇത് കണ്ട, ഇതാണ് ഞണ്ട് സമാധിയായത്. കുറെ നേരത്തെ ചൂണ്ടയിടലിനൊടുവിൽ കിട്ടിയ മീനുമായിട്ട് നേരെ വീട്ടിലേക്ക്. ഒരുപാട് മീനെ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം എന്തായാലും മീൻ കിട്ടി. മീനെ കൊണ്ടുവച്ചിട്ട് ശിവ കോരുവലയായിട്ട് വന്നു കൊഞ്ചിനെ കോരാനായിട്ട്. ചെക്കൻ വന്ന് കൊഞ്ചിനെ കോരാനും തുടങ്ങി. പിന്നെ അവിടെ ഇവിടെ എല്ലാം കോരലായിരുന്നു. കോരുമ്പോ കണ്ട കൊഞ്ചിന്റെ ആ ഒരു ചാട്ടം. ആ സമയം ഇക്ക വള്ളവും കൊണ്ട് തിരിച്ചു വന്നു. ശിവ കണ്ടെടുത്തെല്ലാം ഓടി കിടന്ന് കോരി ബക്കറ്റ് പകുതിയായി. അപ്പൊ ഇനി അടുത്ത വീട്ടിൽ കാണാം. തിങ്ക് ഹാപ്പി, ബി ഹാപ്പി, ബൈ ബൈ ആൾ.